അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ മനഃശാസ്ത്രപരമായ, കുടുംബപരമായ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരാള് കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ കേട്ടു. അപ്പോൾ അതില് വളരെ ശക്തമായ വിമർശനമാണ് ഈ കപ്പിൾസ് ആയിക്കൊണ്ട്. ഇപ്പോൾ കുട്ടികളും മാതാപിതാക്കളൊക്കെ ഉള്ള കപ്പിൾസ്, ഭാര്യ ഭർത്താക്കന്മാരെന്ത് ചെയ്യുക, അവരൊറ്റയ്ക്ക് ടൂർ പോവുക. കുട്ടികളെയൊന്നും കൊണ്ടുപോവാതെ ഔട്ടിങ് ടൂറൊക്കെ ആയിട്ട് പോകണതിനെ പറ്റിയിട്ട്. അപ്പം അങ്ങനെ പോകുന്ന ആളുകളെ വിമർശിക്കുന്നവർക്കെതിരെയുള്ള വിമർശനമാണത്. അങ്ങനെ പോകണല്ലോ, കുറ്റപ്പെടുത്താൻ പാടില്ല, അവരെ വിമർശിക്കാൻ പാടില്ല, അവരിത് പോകലാണ്, അതൊരു ആവശ്യമാണെന്ന്. അപ്പോൾ ഇതൊരു ഇത്രയും ശക്തമായിട്ട് ഇങ്ങനെ മക്കളെയും കുട്ടികളെയൊക്കെ ഇട്ടിട്ട് യാത്ര പോകണം എന്നതിന് വേണ്ടി വാദിക്കുമ്പോൾ എന്താണ് ഇപ്പം അതിലുള്ള ഒരു മൂല്യം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. അപ്പോൾ ആദ്യം മനസ്സിൽ വന്ന ചോദ്യം, അങ്ങനെ പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മളെ ഒരു സ്പെഷ്യൽ ഭക്ഷണം നമ്മളെ മക്കളെ കൂട്ടാതെ കഴിക്കുക പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷമാണല്ലോ. പക്ഷെ നമ്മളെ മക്കൾക്ക് കൊടുക്കാതെ നമുക്കത് കഴിക്കാൻ കഴിയുമോ? അതേപോലെ തന്നെ കുട്ടികൾ ഏറ്റവും ആഗ്രഹിക്കുന്നതാണ് ഇത്തരം യാത്രകൾ. അപ്പോൾ അവരെ വീട്ടിൽ നിർത്തിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാണ്, ഒരു 4 ദിവസത്തേക്കാണ് പോവുക എന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ യാത്ര നമുക്കത്ര എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ ഇപ്പോൾ തടസ്സമായി പറയുന്നത്, കുട്ടികളൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ യാത്ര തീരെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഒരു ഭാര്യ ഭർത്താക്കന്മാർ നിലക്കുള്ള ഷെയറിങ്ങുകളും കാര്യങ്ങളൊന്നും സ്വകാര്യതകളൊന്നും നടക്കില്ല എന്നാ പറഞ്ഞത്. ഈ കുട്ടികളെ വീട്ടിലിട്ട് പോയാൽ നമ്മൾക്ക് സമാധാനമാവുമോ? അവർ ഭക്ഷണം കഴിച്ചോ, അവരുറങ്ങിയോ, എന്തെങ്കിലും സംഭവിച്ചോ എന്ന് സ്നേഹമുള്ള എല്ലാ മാതാപിതാക്കളും ചിന്തിക്കൂലേ ആ സന്ദർഭത്തിൽ? പുസ്തകത്തിൽ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്ര പറഞ്ഞ് പിന്നെ ആളുകളെ അതിനു വേണ്ടി പ്രേരിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്കൊന്നും മനസ്സിലാവണില്ല. വേറൊന്നും നമ്മൾ തിരിച്ച് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ കൊണ്ടുപോയാലേ നമ്മൾ കുട്ടികൾക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അതിൻ്റെ എക്സ്പെൻസ് എടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ കൊണ്ടുപോകില്ല പറഞ്ഞാൽ അവർ വീട്ടിലിരിക്കും, അല്ലേ? ഇനി ഒരു പ്രായം വരുമല്ലോ നമുക്ക്. ആ പ്രായം വരുമ്പോൾ എന്ത് ചെയ്യും? മക്കൾ കൊണ്ടുപോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, വാപ്പാനും ഉമ്മാനെയും കെട്ടിവലിച്ച് കൊണ്ടുപോയാൽ അവിടെ വലിയ പ്രശ്നീകാരം, നമ്മുടെ യാത്രയ്ക്ക് ആകെ കുളമാവും. നിങ്ങൾ വീട്ടിലിരുന്നോളിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? കുട്ടികൾക്കൊരു നല്ല വൈബ് ഉണ്ടാവാൻ വേണ്ടി തൽക്കാലം നമ്മൾ വീട്ടിലിങ്ങനെ കടന്നോളാം എന്നാണോ ചിന്തിക്കുക? എന്നെ കൊണ്ടുപോകാതെ എൻ്റെ മക്കൾ പോയി എന്നാണോ ചിന്തിക്കുക? നമ്മളിതൊക്കെ പരസ്പരം മനസ്സിലാക്കി വേണ്ടേ പോകാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് വളരെ വലിയ അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമ്മൾ ജനങ്ങളോട് പെരുമാറേണ്ടത്, നമ്മളീ പെരുമാറുന്ന പെരുമാറ്റം നമ്മളോട് വേറൊരാൾ പെരുമാറിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ടാണ്. നമ്മളൊരാൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മളടുത്ത് കുറേ ന്യായം ഉണ്ടാവും. നമ്മളോടൊരാൾ ദേഷ്യപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? അത് നോക്കിയിട്ടാണ് നമ്മൾ ദേഷ്യപ്പെടേണ്ടത്. മനസ്സിലായി? നമുക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിട്ടിട്ട് വേറൊരാൾ പോയാൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വ്യക്തത നമുക്ക് ശരിക്കും മനസ്സിലാവുക. പിന്നെ ഞാൻ പറഞ്ഞാൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുത്ത് ആളുകളെ പ്രചോദിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. മക്കളെയും കുട്ടികളെയൊക്കെ കൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റൂലേ നമുക്ക്? നമ്മുടെ ഏറ്റവും വലിയ കൺകുളിർമ സന്തോഷം തന്നെ നമ്മുടെ മക്കളല്ലേ? നമ്മളിപ്പോൾ ഒരു റിസോർട്ടിൽ റൂം എടുത്തു, അവിടെ നമ്മുടെ മക്കളൊക്കെ നല്ല സ്വിമ്മിംഗ് പൂളിലൊക്കെ വളരെ സമാധാനവും സുരക്ഷിതമായിട്ട് കുളിക്കുന്നു. അപ്പോൾ അവരെങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റൂമിൽ വേണമെങ്കിൽ സ്വകാര്യമായിട്ട് ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. അവരവിടെ ഉല്ലസിച്ച് വരട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നമുക്കെന്താണ്, യാത്രകളിൽ നമുക്ക് സ്വകാര്യത കിട്ടൂലേ? കിട്ടും. ഇനി മക്കൾക്കൊക്കെ വേറെ റൂം എടുത്ത് നമ്മൾ വേറെ റൂം എടുത്ത് താമസിച്ചാൽ എന്താ പ്രശ്നം? അത്ര ചെറിയ കുട്ടികളല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? സമാധാനമായിട്ട് അവിടെ കിടന്നോളും. അവർ സ്വന്തമായിട്ട് സ്വസ്ഥമായി കളിച്ച്. ഇതൊക്കെ ഒരു കാരണമായി പറഞ്ഞ് നമ്മുടെ മക്കളെ മാറ്റി നിർത്തും. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ മാറ്റി നിർത്താനേ പാടില്ല. എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടത്. ഉമ്മ് എന്ന് പറഞ്ഞാൽ തന്നെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മുഹു ഹാവിയ എന്ന് പറയുന്നുണ്ട്. നരകം അവിടെ നാസിർ സയ്യിദ് റഹ്മത്തുള്ളാഹി കൊടുത്ത തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഉമ്മുഹു എന്ന് പറഞ്ഞാൽ അത് മുലാസമത്താണെന്ന്. അതായത് ഉമ്മനെ ഒരു കുട്ടി വിട്ടുപോകില്ലല്ലോ, ഉമ്മ ഒരു കുട്ടിയെ വിട്ടുപോകില്ല എന്ന പോലെ നരകം ഈ നരകാവകാശികളെ വിട്ടുപോകില്ല എന്നാണ്. പിന്നെ അദാബഹ കാന ഖറാമ എന്നാണല്ലേ, അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുട്ടികളെ കൂടെ ഉണ്ടാവേണ്ട ആളാണ്. എപ്പോഴും കുട്ടികളെ കൂടെ, എത്രമാത്രം നമ്മൾ കുട്ടികളെ കൂടെ നിൽക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം, അതാണ് അവരുടെയും സന്തോഷം. അതുകൊണ്ട് ശരിയല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ ആളുകളെ പ്രചോദിപ്പിച്ച് നമ്മൾ വെറുതെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന് കാര്യമില്ല. ആരെങ്കിലുമൊക്കെ ഒറ്റ എന്നാൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതവർ ചെയ്യട്ടെ നിൽക്കല്ലാതെ ഇതിനെയൊക്കെ പൊതുവൽക്കരിക്കാനും ന്യായീകരിക്കാനും
തുനിയേണ്ട ആവശ്യം എന്ത് എന്ന് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി. അത് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം.